ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐശ്വര്യ ജാനകി. ഹൗ ആർ യു? എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആൻഡ് ഇപ്പൊ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇറ്റ് ഇസ് നോട്ട് എ ഡിസ്കഷൻ റൈറ്റ്, പറയാൻ പോകുന്നത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞോട്ടന്നെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ലൈഫിൽ പാസ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും ബ്രേക്കപ്പ്, അല്ലേ? അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ജസ്റ്റ് ടീനേജിലേക്ക് കയറുമ്പോൾ നമുക്ക് ആരോടെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നും. ആൻഡ് അത് പിന്നീട് ഒരു പ്രണയത്തിലേക്ക് പോവും. ആൻഡ് നമ്മുടെ മെച്യൂരിറ്റി ലെവലൊക്കെ മാറുമ്പോൾ ചിലപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും ദറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ, ദറ്റ് ഇസ് നോട്ട് മൈ റൈറ്റ് പേഴ്സൺ. അല്ലെങ്കിൽ ചിലപ്പോൾ ആള് നമ്മൾ അത്രയും നാളെ തിരിച്ചറിയാതെ പോയ ഒരു ടോക്സിസിറ്റി ചിലപ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. സോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വേറെ ചിലര് ഏത് പ്രായത്തിലാണെങ്കിലും ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് എൻ്റർ ചെയ്തിട്ട് പിന്നീട് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാതെ എനിക്കിത് ഈ ഒരു പേഴ്സൺ എനിക്ക് ഫോർ എവർ വേണം എന്ന് വിചാരിച്ച് നിന്നിട്ട് അത് സാധിക്കാതെ രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള വേർപിരിയലുകളും ഉണ്ടാവാം. സോ എനിവേ ഓൾ ദീസ് തിങ്സ് ആർ ബ്രേക്കപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം ബ്രേക്കപ്പിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. അപ്പൊ നമ്മൾ ബ്രേക്കപ്പ് കഴിയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്താ? ഓഫ് ഇമോഷണൽ ബേസ്റ്റ്, അല്ലേ? അതായത് ആങ്കർ, ഫ്രസ്ട്രേഷൻ, എന്തൊക്കെയോ ആയിരിക്കും തലയിൽ കൊണ്ടുവരണേ. വേറെ ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ സമയത്ത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു വേ ആണ് മറ്റൊരു റിലേഷൻഷിപ്പിലാവുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഭയങ്കര നല്ലൊരു ഡിസിഷനാണ്? ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ ഉടനെ നമ്മൾ വേറെ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ചൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ലോൺലിനെസിന്റെ പുറത്തായിരിക്കും. നമ്മൾ ആ ബ്രേക്കപ്പിന്റെ പെയിൻ മാറാൻ വേണ്ടിയിട്ടും ആ ഒരു ലോൺലിനെസ് മാറാൻ വേണ്ടിയിട്ടുമായിരിക്കും ആ സമയത്ത് ഒരാളെ ചൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മൈറ്റ് നോട്ട് ബി ദ റൈറ്റ് പേഴ്സൺ. അത് റൈറ്റ് പേഴ്സണേ ആയിരിക്കില്ല മോസ്റ്റ് ഓഫ് ദി ടൈംസും. അത് ജസ്റ്റ് നമ്മുടെ ഒരു മണ്ടത്തരത്തിനെടുത്ത തീരുമാനം പോലെ പിന്നീട് നമ്മൾക്ക് തോന്നും. ആ ഒരു ബ്രേക്കപ്പ് എന്നൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി റിക്കവർ ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, അയ്യോ ഈ തീരുമാനവും മണ്ടത്തരായി പോയല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിവ് യുവർ സെൽഫ് സം ടൈം. ഒരു 3 months മിനിമം, 3 months മിനിമം കൊടുക്കുക. എന്തിനാണ്? ടു ഹീൽ ദ ഇന്നർ യു. നിങ്ങളുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. നിങ്ങളുടെ ശരീരം എത്ര വളർന്നാലും നിങ്ങളുടെ ഉള്ളിലൊരു സോൾ ഉണ്ട്. ആ ഒരു സോളിനൊരു ഹീലിംഗ് വേണം. ബിക്കോസ് അത്രയും പെയിൻ ആയിരുന്നു ഒരാള്, അത്രയും നാളെ ലൈഫിൽ ഉണ്ടായ ഒരാൾ പെട്ടെന്ന് പോയി കഴിയുമ്പോൾ. അപ്പൊ ആ ഒരു ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു 3 months മിനിമം കൊടുക്കുക. ചിലർക്ക് 3 months മതിയാവില്ല, ചിലർക്ക് അതിനും കൂടുതൽ സമയം വേണ്ടി വരും. വാട്ട് എവർ ഇറ്റ് ഈസ്, ചുറ്റിനുള്ളവരുടെ ഫോഴ്സോ കാര്യങ്ങളോ ഒന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് എത്ര ടൈം വേണോ അത്രയും ടൈം എടുക്കുക ഹീൽ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹീൽ ആവണമെങ്കിൽ നമ്മൾ ആ ഒരു ബ്രേക്കപ്പ് ആയ ആ ഒരു പേഴ്സൺ, നമ്മുടെ ഒരു എക്സുമായിട്ട് കോണ്ടാക്ട്സ് വെക്കാണ്ടിരിക്കുക. ആ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആവുന്നവരെയെങ്കിലും നോ കോൾസ്, നോ മെസ്സേജസ്, നോ ഫോട്ടോസ്, നോ വീഡിയോസ്. സോ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആവുക ആ ഒരു പേഴ്സണിൽ നിന്ന്. ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, എന്നാലും ഇറ്റ് ഇസ് ഫോർ യു. എനിക്ക് വേണ്ടി തന്നെ ചെയ്യേണ്ട കാര്യമാണത്. അതല്ല, കോൾസും മെസ്സേജസും ഫോട്ടോസും ഒക്കെ നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ മെമ്മറീസിനെ ഇത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഹീലിംഗ് പ്രോസസ് പിന്നെയും സ്ലോ ഡൗൺ ആവുക ചെയ്യുന്നത്. സോ കോണ്ടാക്ട്സ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആങ്കർ, ഫ്രസ്ട്രേഷൻ, സാഡ്നെസ്, ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ്, ഇതൊക്കെ വരുമ്പോൾ കരയാനാ തോന്നിയെങ്കിൽ ജസ്റ്റ് ക്രൈ. നമ്മൾ കരയുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കരച്ചിൽ എന്ന് പറയുന്നത് ഒരു മെക്കാനിസമാണ് നമ്മുടെ ബോഡിയിലുള്ള. സോ നമ്മൾ ഹീലാവും, കരഞ്ഞു തീർക്കുക അങ്ങോട്ട്. നെവർ മൈൻഡ് വാട്ട് അതേഴ്സ് സേയിങ്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചൊക്കെ സെൽഫ് കെയർ ചെയ്യാം. നമ്മുടെ യു ഷുഡ് ലവ് യുവർ ബോഡി, യു ഷുഡ് ലവ് യുവർ മൈൻഡ്, യു ഷുഡ് ലവ് യുവർ സെൽഫ്. സോ ഈ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ സെൽഫ് കെയർ ചെയ്യുക. പിന്നെ ക്വാളിറ്റി ടൈം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ,
ഫാമിലിൻ്റെ കൂടെയൊക്കെ നല്ല ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക. സോ അതാണ് വേറൊരു കാര്യം. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു ഹീലിംഗ് ആ ഒരു 3 months കൊണ്ടൊക്കെ നമ്മളൊന്ന് സെറ്റാവും കുറേയൊക്കെ. പിന്നെ ആ കോണ്ടാക്ട്സ് വെക്കരുത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയൊക്കെ കഴിയുമ്പോൾ ഒരു ക്ലിയർ വിഷൻ സെറ്റ് ചെയ്യുക. അതായത് ഫ്യൂച്ചറിൽ ഇനി എനിക്ക് വേണ്ട പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ക്ലിയർ വിഷൻ സെറ്റ് ചെയ്യുക. ആൻഡ് ആ ഒരു ക്ലിയർ വിഷൻ ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് യുവർ റൈറ്റ് പാർട്ട്ണർ. ഒത്തിരി ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വന്നു പോകുന്നുണ്ട്. ആൻഡ് ഇതിനൊക്കെ മുന്നേ ചെയ്യേണ്ട വേറെ കാര്യം, നമ്മൾ ഈ ലാസ്റ്റ് ബ്രേക്കപ്പിൽ നിന്ന് എന്ത് ലേണിംഗ് ആണ് കിട്ടിയെന്ന് മനസ്സിലാക്കുക. ലൈക്ക് എന്തുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ആവാണ്ടിരുന്നത്, എന്തുകൊണ്ടാണ് ഇത് ബ്രേക്കപ്പ് ആയത്, ലൈക്ക് അതിന് ഞാൻ എന്താ പഠിച്ചത്, ഇതൊക്കെ ഒന്ന് ഒരു റീഡിസ്കവർ ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് പിന്നീട് മാത്രം ഒരു അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോവാം. സോ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണത്, ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞ ഉടനെ ആ ഒരു ലോൺലിനെസ് മാറാൻ വേണ്ടിയിട്ട് വേറെ ആളെ പിക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റൈറ്റ് ഡിസിഷൻ. സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ തോന്നുന്നുണ്ടോ, പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ തോന്നുന്നുണ്ടോ, ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ എന്തെങ്കിലും മാർഷൽ ആർട്സ് പഠിക്കാൻ തോന്നുന്നുണ്ടോ, ഗോ ഫോർ ഇറ്റ്. എന്തെങ്കിലും ആർട്ട് പഠിക്കാൻ തോന്നുന്നുണ്ടോ, ഗോ ഫോർ ഇറ്റ്. ഇതൊക്കെ ചെയ്തോ. നിങ്ങളാണ് ഹീലാവേണ്ടത്, നിങ്ങളുടെ ആവശ്യമാണത്. ദാറ്റ് ഈസ് ഫോർ യു. ആൻഡ് ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലീൻ്റെ അടുത്തും ഒക്കെ നമ്മൾ ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ ഹെൽപ്പ് തേടുക. ദാറ്റ്സ് നോർമൽ. എവറിത്തിങ് ഇസ് നോർമൽ ആൻഡ് എവറിത്തിങ് ഇസ് ഹാപ്പനിങ് ഫോർ എ റീസൺ. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. Take wise decision, or at least try to take wise decisions after a breakup. ഒന്നും നമ്മൾ ഹറിബറി ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാത്തിനും, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. സോ അങ്ങനെ മനസ്സിലാക്കുക. ഈ ഒരു സമയവും കടന്നു പോകും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ആൻഡ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ഇറ്റ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.